أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. ഹസരത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം തുടർന്ന് പറയുന്നു, വമിനൽ മുംകിനി അൻ യകൂന തസ്മിയത്തു ഹാദിഹി സൂറത്തി ബി ഉമ്മിൽ കിതാബ് നളറൻ ഇലാ ഗായത്തി തഅലീമി ഫി ഹാദൽ ബാബി. മറ്റൊരു സാധ്യത, ഈ സൂറത്തിന് ഉമ്മുൽ കിതാബ് അഥവാ ഗ്രന്ഥത്തിൻ്റെ മാതാവ് എന്ന് നാമകരണം ചെയ്യുന്നതിന് കാരണം മനുഷ്യൻ്റെ ഈ രംഗത്തുള്ള അവൻ്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റുന്ന വിധത്തിൽ, അതായത് റുഹാനിയായിട്ട് ആത്മീയമായ ജീവിതത്തിൽ അവൻ ആവശ്യമുള്ള എല്ലാ അറിവുകളും നൽകുന്നതാണ് ഇത് എന്നുള്ളതാണ്. ഫ ഇന്ന സലൂക സാലിക്കീന ലാ യത്തിമു ഇല്ലാ ബഅദ അൻ യസ്തൗലിയ അലാ ഖുലൂബിഹിം ഇസ്സത്തുർ റുബൂബിയത്തി വസില്ലത്തുൽ ഉബൂദിയത്തി. കാരണം സാലിക്കീങ്ങൾ അവരുടെ വഴിയിൽ അള്ളാഹുവിനെ പ്രാപിക്കുന്ന കാര്യത്തിൽ അവർ സഞ്ചരിക്കുന്ന അവരുടെ പദത്തിൽ അവർക്ക് പൂർത്തീകരണം ലഭിക്കുന്നില്ല ഏതുവരെ അവരുടെ ഹൃദയങ്ങളിൽ റുബൂബിയത്തിൻ്റെ ഔന്നിത്യവും ഉബൂദിയത്തിൻ്റെ ദൗർബല്യവും വെളിപ്പെടുന്നില്ലയോ, നിസ്സഹായതയും വെളിപ്പെടുന്നില്ലയോ അതുവരെ. കുറച്ച് ഞാൻ വിശദീകരിക്കാം. വലൻ തജിദ മുർഷിദൻ ഫി ഹാദൽ അംരി കഹാദിഹി സൂറത്തി മിനൽ ഹലറത്തിൽ അഹദിയത്തി. ഒരിക്കലും നിനക്ക് കാണാൻ സാധിക്കുകയില്ല ഈ കാര്യത്തിൽ ഇതിനേക്കാൾ ഉത്തമമായി ഈ സൂറത്ത് വഴികാട്ടുന്നത് പോലെ വഴികാട്ടിയതായി മിനൽ ഹലറത്തിൽ അഹദിയത്തി, ഏകനായ ഇലാഹിൻ്റെ തിരുസവിധത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി. അലാ തറ കൈഫ അൽഹറ ഇസ്സത്തല്ലാഹി വ അസുമത്തഹു ബി ഖൗലി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീന ഇലാ മാലികി യൗമിദ്ദീൻ. നീ കാണുന്നില്ലേ എത്രയും വ്യക്തമായിട്ടാണ് അള്ളാഹു വെളിപ്പെടുത്തിയിട്ടുള്ളത് അള്ളാഹുവിൻ്റെ ഔന്നിത്യത്തെയും അവൻ്റെ മഹത്വത്തെയും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന വചനം മുതൽ മാലിക് യൗമിദ്ദീൻ എന്ന വചനം വരെ. സുമ്മ അൽഹറ ദില്ലത്തുൽ അബ്ദി വഹവാനഹു വളുഫഹു ബി ഖൗലിഹി ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അതിനുശേഷം അവൻ സൃഷ്ടികളുടെ, അതായത് മനുഷ്യൻ്റെ നിസ്സഹായതയും ദൗർബല്യവും അവൻ്റെ നിസ്സംഗതയും ഇയ്യാക നഅ്ബുദു എന്ന വചനം മുതൽ ഇയ്യാക നസ്തഈൻ എന്ന വചനം വരെ എന്ന രണ്ട് വചനങ്ങളിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. അതായത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്, ഒരു ഗ്രന്ഥത്തിൻ്റെ മാതാവ് എന്ന് പറയാനുള്ള കാരണം ആത്മീയമായ അവൻ്റെ വളർച്ചയിൽ അവനാവശ്യമായ എല്ലാ വിദ്യയും അഭ്യസിപ്പിക്കുന്നതിൽ അതിൻ്റെ ഔന്നിത്യത്തിൽ അവന് ആലോചിക്കാവുന്ന ഒന്ന് സൂറത്തുൽ ഫാത്തിഹ എന്നാണ്. അതിൽ ഇപ്പോൾ ഒരു മാതാവ് സാധാരണഗതിയിൽ ഒരു കുട്ടിയുടെ വളർച്ചയിൽ അതിന് എല്ലാ പ്രശ്നങ്ങൾക്കും അതിന് പോയി നിൽക്കാൻ പറ്റിയത് അതിൻ്റെ ഉമ്മയാണ്. ഇതേപോലെ ആത്മീയമായ വളർച്ചയിൽ ഒരു മാതാവിൻ്റെ സ്ഥാനത്താണ് സൂറത്തുൽ ഫാത്തിഹ നിലകൊള്ളുന്നത്. അതിന് സലൂക്കു സാലിക്കീൻ എന്ന് ഒരു പദം മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. സലൂക്ക് എന്നൊരു വഴിയും ജസ്ബ് എന്ന രണ്ട് വഴികളാണ് അള്ളാഹുവിനെ പ്രാപിക്കാനുള്ളത്. അതിലെ സലൂക്ക് എന്ന വഴിയും നമ്മൾ വഴി ഏതാണെന്ന് കണ്ടുപിടിച്ച് അതിലൂടെ പതിയെ പതിയെ മുമ്പോട്ട് പോകുന്നതിനാണ് സലൂക്ക് എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഒരു സ്ഥലത്തേക്ക് നമുക്ക് പോകണം, ആ സ്ഥലത്തേക്ക് പോകാനുള്ള വഴി നമ്മൾ ആദ്യം ആലോചിക്കും. അതിനുശേഷം ആ വഴി കൂടെ നടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ പറഞ്ഞു തന്ന ആ വഴിയുടെ അടയാളങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, ഇവിടുന്ന് അങ്ങനെ തന്നെയാണ് പോകേണ്ടതെന്ന് മനസ്സിലാവും. ഇതേപോലെ അള്ളാഹുലേക്ക് എത്തുന്നതിന് വേണ്ടി ഉള്ള വഴി ചോദിച്ചറിയുകയും ആ വഴി ഇന്നതാണെന്ന് മനസ്സിലാക്കി അതിന് മുമ്പോട്ട് പോവുകയും ചെയ്യുക. ഉദാഹരണമായി അള്ളാഹുലേക്ക് എത്തുന്ന വഴി ഏതാണെന്ന് വെച്ചാൽ റസൂലുള്ളാഹിനെ പിൻപറ്റലാണെന്ന് പറഞ്ഞു തന്നാൽ നമ്മൾ നടന്നു പോകും. റസൂലുള്ളാഹിൻ്റെ ചരിത്രവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തുകളെക്കുറിച്ച് നമുക്കൊരു അറിവ് കിട്ടിയിട്ട് നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ആ ചരിത്രം അനുസരിച്ചിട്ട് പിന്നെ സുന്നത്തനുസരിച്ച് ചെയ്യുമ്പോൾ നമുക്കൊരറിവ് കിട്ടും, നമ്മൾ ഒറിജിനൽ വഴിയിലൂടെയാണ് നടന്നു പോകുന്നത്. നമുക്ക് അനുഭവത്തിൽ മനസ്സിലാവും. ഇതിനെയാണ് സലൂക്ക് എന്ന് പറയുന്നത്.
അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇത്തരം ശ്രമങ്ങൾ നടക്കുന്നവർ സാലിക്ക് അഥവാ അതിൻ്റെ ബഹുവചനം സാലിക്കീൻ എന്ന് പറയും. അത്തരമുള്ള സാലിക്കുകൾക്ക് സലൂക്കിൻ്റെ വഴികൾ പൂർണ്ണമാക്കി കൊടുക്കുന്നത് അള്ളാഹുവിൻ്റെ റുബൂബിയത്തിനെ കുറിച്ചുള്ള ഔന്നിത്യം, റുബൂബിയത്തിനെ കുറിച്ചുള്ള ഇസ്സത്ത്, അതിൻ്റെ അന്തസ്സ്, അതിൻ്റെ പ്രതാപം, അതേപോലെ തന്നെക്കുറിച്ചുള്ള നിസ്സഹായത, ഉബൂദിയത്ത്, ഒരാളെ അബുദായി മാറുക. അപ്പോൾ ഈ വഴിയിലൂടെ പോകുമ്പോൾ അള്ളാഹ് റബ്ബാണ് എന്നുള്ള ഒരു ബോധം നമുക്ക് വേണം. അതായത് എന്നെ അങ്ങോട്ട് കൊണ്ടുപോകുന്നതിന് എല്ലാം സഹായിക്കുന്നതും എനിക്ക് വഴികാട്ടി തരുന്നതും എന്നെ ഓരോ സമയത്തും എൻ്റെ കൈപിടിച്ച് കൊണ്ടുപോകുന്നതും എൻ്റെ നാഥനാണ് എന്നൊരു ബോധം. അതാണ് റുബൂബിയത്ത്. ഒന്നുകൂടെ പറഞ്ഞാൽ അവൻ്റെ സുരക്ഷിതത്വ ബോധവും അവൻ്റെ പരിപാലനത്വ ബോധവും. ഇത് ഒരു ഉമ്മാൻ്റെ കൈ പിടിച്ച് നടക്കുമ്പോൾ ഒരു കുട്ടിക്ക് വളരെ ഒരു ഉറപ്പുണ്ടാവും, എൻ്റെ ഉമ്മാൻ്റെ കയ്യിലാണ് ഞാൻ പിടിച്ചിട്ടുള്ളത്, വേറെ പുറത്തുനിന്ന് വരുന്ന ഏതൊരു കാര്യത്തിൽ നിന്നും പരിപാലനം എനിക്ക് സുരക്ഷിതത്വം കിട്ടും, എന്നെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ എന്നെ പടിപടിയായിട്ട് കൊണ്ടുപോകാൻ എൻ്റെ ഉമ്മ മതി എന്ന നിലയിലുള്ളൊരു പൂർണ്ണമായിട്ടൊരു കൈ പിടിച്ചൊരു കുട്ടി ഉമ്മാൻ്റെ കൈ പിടിച്ച് നടക്കുന്ന ഒരവസ്ഥ ഉണ്ട്. ഇതേ അവസ്ഥയിലുള്ള ഒരു ബോധം, അവൻ്റെ റുബൂബിയത്തിൻ്റെ ബോധം അവനുണ്ടായിരിക്കണം. അവൻ ഈ സലൂക്കിൻ്റെ വഴിയിൽ നടക്കുമ്പോൾ അള്ളാഹ് പറഞ്ഞു കൊടുത്ത വഴിയും അള്ളാഹു സഹായിച്ചുകൊണ്ടിരിക്കുന്നു എൻ്റെ കൂടെ എന്നുള്ളൊരു ബോധം ഉണ്ടായിരിക്കണം. അതേ സമയത്ത് വസില്ലത്തുൽ ഉബൂദിയത്തിൻ്റെ നിസ്സഹായതയും ഉണ്ടായിരിക്കണം. അതിലുള്ള ഹീനത്വവും അവന് മനസ്സിലാവണം. അതായത് ഞാൻ അള്ളാഹിൻ്റെ ദാസനാവുകയാണെങ്കിൽ എനിക്ക് വേറെ ഒന്നുമില്ല, ഞാൻ വളരെ നിസ്സഹായനാണ്. ഒരു കുട്ടി ഒറ്റയ്ക്ക് ഞാൻ തന്നെ പോകുന്ന പറഞ്ഞാൽ ഉമ്മാനോട് വഴക്കിട്ട് എന്നുള്ളതിന് പോകാൻ കഴിയില്ല. പക്ഷേ എനിക്ക് പോകാൻ കഴിയില്ല എന്ന നിലയിലൊരു കുട്ടി നിസ്സഹായമായി നിൽക്കുമ്പോഴാണ് ഉമ്മ അതിനെ എടുത്തിട്ട് കൊണ്ടുപോകാൻ ഈസിയായി തീരുന്നതും കുട്ടിയെ കൊണ്ടുപോകാൻ സാധിക്കുന്നത്. കുട്ടി നേരത്തെ തന്നെ എനിക്ക് പോകാൻ അറിയുമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുകയാണെങ്കിൽ അതിന് ആ വഴിയിൽ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഇതേപോലെ നിസ്സഹായനാണ് ഞാൻ, ഹീനനാണ്. ഹീനെന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്തവൻ എന്ന അർത്ഥത്തിലുള്ള ഹീനത്വവും അവൻ്റെ മനസ്സിലുണ്ടാവുമ്പോൾ, സാധാരണ മലയാളത്തിൽ അത് ഹീനത്വം എന്നുള്ളത് ഒരു നിന്ദ്യതയ്ക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. പക്ഷേ അത് കർമ്മങ്ങളുമായിട്ട് ചേരുമ്പോഴാണ് ആ ഒന്നും ഇല്ല എന്ന അവസ്ഥയിൽ അവൻ എല്ലാറ്റിൽ നിന്നും നിസ്സഹായനായിട്ട് നിൽക്കുന്ന, നിസ്സംഗതനായി നിൽക്കുന്ന ഒരവസ്ഥ. ആ കാര്യത്തിൽ ഈ സൂറത്തിനേക്കാൾ അള്ളാഹുവിൻ്റെ അഹദിയത്ത്, അതായത് ഏകത്വം, വേറെ ഒന്നുമില്ലാത്ത ഒരു സ്ഥലമുണ്ട് അള്ളാഹിൻ്റെ. അതിന് തസവുഫിൻ്റെ ഭാഷയിൽ നമ്മൾ വേറെ ഒന്നിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ വരാത്ത, അള്ളാഹിനെ മാത്രം ആലോചിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ അതിനെയാണ് അഹദിയത്ത് എന്ന് പറയുന്നത്. വേറെ ഇനി എന്ത് വന്നാലും അതിലൂടെ മാത്രം ആലോചിക്കുക എന്നുള്ള, അള്ളാഹിലൂടെ മാത്രം ആലോചിക്കുക. ആ അഹദിയത്തിൻ്റെ ആ മക്കാമിലേക്ക്, അതിൻ്റെ ഹലറത്തിലേക്ക്, അള്ളാഹിൻ്റെ തിരുസവിധത്തിലേക്ക് എത്താൻ മനുഷ്യന് ആവശ്യമുള്ളത് ഈ രണ്ടെണ്ണമാണ്. അതായത് തൻ്റെ സുരക്ഷിതത്വ ബോധവും പരിപാലന കർത്തൃത്വവും ഏറ്റെടുത്ത ഒരു ഉമ്മ തൻ്റെ കൂടെ ഉണ്ടായിരിക്കുക, താൻ നിസ്സഹായനാണ്, തനിക്കൊന്നുമില്ല എന്നുള്ളൊരു അവബോധം അവനുണ്ടായിരിക്കുക, എൻ്റെ ഉമ്മയാണ് എന്നെ കൊണ്ടുപോകുന്നത് എന്നുള്ളത്. ഈ ബോധത്തെ ഉമ്മയുടെ ഔന്നിത്യവും അന്തസ്സും ഉമ്മയുടെ ആ ഉന്നത പദവിയും താൻ ഒന്നും അല്ല എന്നുള്ള തൻ്റെ നിസ്സഹായതാവസ്ഥയും, ഈ രണ്ട് കാര്യത്തിലും സൂറത്തുൽ ഫാത്തിഹ ഒരു ഉമ്മയെപ്പോലെ നമ്മുടെ കൂടെ ആത്മീയ വളർച്ചയ്ക്ക് കൂടെയുണ്ടെന്ന് അത് വിവരിച്ചത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മുതൽ മാലിക് യൗമിദ്ദീൻ എന്നതുവരെയുള്ള അള്ളാഹുവിൻ്റെ 4 ഗുണങ്ങളെ പറഞ്ഞുകൊണ്ടാണ്. നിങ്ങൾ ഒന്നുമല്ലാത്ത, നിങ്ങൾ എന്തൊരു കാര്യത്തിലേക്കും ഇറങ്ങുന്നതിന് മുമ്പേ നിങ്ങളെ കരുണ കൊണ്ട് അനുഗ്രഹിച്ചിട്ടുള്ള ഒരു മാതാവ്, നമ്മളെ ഇളകാൻ വിചാരിക്കുന്നതിന് മുമ്പേ നമുക്ക് പാല് തന്ന് നമ്മളെ കാരുണ്യം ചെയ്തിട്ടുള്ള ഉമ്മയാണ്. അതാണ് രഹം എന്നുള്ള പേര് തന്നെ വരാൻ കാരണം. ആ ഉമ്മ ഗർഭാശയത്തിൽ, നമ്മളൊന്നും അറിയാത്ത കാലത്ത് ഗർഭാശയത്തിൽ ഒരു ഉമ്മ ഗർഭാശയത്തിൽ കുട്ടിയെ വെച്ച് കഷ്ടപ്പെടുന്നു എത്രമാത്രം എന്നറിയില്ല, ആ കുട്ടിക്കൊന്നും അറിയില്ല. ആ വിധത്തിൽ അതിനെ നോക്കുന്നത് പോലെ റഹ്മാനിയത്ത് പറയും നമ്മുടെ മുമ്പാകെ ഉണ്ടായിട്ടുണ്ട്. കുട്ടി ഒരു ചെറുതിങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് അടുത്തേക്ക് വരുമ്പോൾ അതിനെ വീണ്ടും അടുത്തേക്ക് കൊണ്ടുവന്ന് ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് നമ്മളെ പഠിപ്പിച്ച് നമ്മളെ മുമ്പോട്ട് കൊണ്ടുവരുന്ന ഒരു ഭാഷ പഠിപ്പിക്കുന്നത്, അതിന് ഭക്ഷണം കഴിക്കുന്നത് പഠിപ്പിക്കുന്ന, നടത്തം പഠിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെറുതായിട്ട് പഠിപ്പിച്ചുകൊണ്ട് കൂടെ വീണ്ടും വീണ്ടും നമ്മളോട് കരുണ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഉമ്മ. അതേപോലെ അള്ളാഹിൻ്റെ റഹീമിയത്ത്, ആ റഹീമിയത്തും റുബൂബിയത്തും അതിന് മുമ്പായിട്ട് നമ്മുടെ പരിപാലനത്വവും നമ്മളൊന്നും ചെയ്യാൻ കഴിയാത്ത സമയത്ത് നമ്മളെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉമ്മ. ഈ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ ആ റഹ്മാനിയത്തും റഹീമിയത്തും റുബൂബിയത്തും ചെയ്ത് ഉമ്മയുടെ കയ്യിലുള്ളതൊക്കെ നമ്മുടേതായിരിക്കും. നമുക്കൊരിക്കലും ഉമ്മാൻ്റെ കയ്യിലുള്ളത് നമ്മളതല്ലാന്ന് തോന്നില്ല. കുട്ടിക്കാലത്ത് എന്ത് കയ്യിലുണ്ടെങ്കിലും ഉടനെ ഉമ്മാൻ്റെ കയ്യിലുണ്ട് ഉടനെ പോയി പിടിച്ച് പിടുങ്ങി വാങ്ങുക കുട്ടികൾ. അതൊരിക്കലും അതിന് യാതൊരു വിധത്തിലുള്ള സംശയം ഉണ്ടാവില്ല.
ഇതേപോലെ അള്ളാഹുവിൻ്റെ മാലിക്യത്തിൻ്റെ അവസ്ഥയും നമ്മോട് പ്രവർത്തിക്കുന്നത്. ഇത് ആലോചിച്ചാൽ അള്ളാഹുവിൻ്റെ ആ ഒരു അന്തസ്സ്, അള്ളാഹുവിൻ്റെ അള്ളാഹ് നമുക്ക് വേണ്ടി നിൽക്കുന്ന ആ സിഫത്തുകളെ കുറിച്ച് മനസ്സിലാവും. ഉടനെ ഇയ്യാക നഅ്ബുദു റബ്ബെ, ഞങ്ങൾ നിൻ്റെ മാർഗത്തിലാണ് ചരിക്കുന്നതെന്ന് പറയുമ്പോൾ ഒന്നുമില്ലാത്ത താൻ അബുദാണ്, നിസ്സഹായനാണ്, നിസ്സഹായത്വമാണ് എന്ന് മനസ്സിലാക്കി സഹായം കിട്ടും. ഏതൊരു കാര്യത്തിനും ഒട്ടനെ കുട്ടി ഓടിപ്പോകും ഉമ്മാൻ്റെ അടുത്തേക്കാണ്. ഇയ്യാക നസ്തഈൻ സഹായത്തിന് വേണ്ടി അർത്ഥിക്കുകയും ചെയ്യുന്നൊരവസ്ഥ. ഈ ഒരു നിലയിൽ സൂറത്തുൽ ഫാത്തിഹ ഒരു മാതാവിൻ്റെ സ്ഥാനമാണ് ഒരു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കഠിനയത്നം ചെയ്യുന്നവർക്ക് നൽകുന്നതെന്നും അതേപോലെ ഒരു മാതാവിൻ്റെ സംരക്ഷണം പോലെയുള്ള ഒരു സുരക്ഷിത ബോധവും പരിപാലന കർത്തൃത്വത്തിലുള്ള ബോധവും നമുക്കുണ്ടാകുന്നതെന്നും നസീമുൽ ഇസ്ലാത്തു വസ്സലാം പറയുന്നു.